ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അത് ഐസ്ക്രീം വെച്ചിട്ടൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സാധനം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കേക്കാണ്. ഇതിൻ്റെ എനിക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വാനിലയാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഗൈസ് ഇതൊരു പാത്രം വേണം ഗൈസ്. ഇനി ഒരു സാധനം കൂടി എടുക്കാണ്ട്, ആ സാധനം നമ്മുടെ മെയിൻ ഐറ്റമാണ്. അത് നമ്മുടെ ഫ്രിഡ്ജിലാണ് കേട്ടോ നമ്മൾ വെച്ചാൽ. അതെന്താണെന്ന് അറിയായിരിക്കും. ഇതാണ് ഗൈസ് ഐറ്റം. ഐസ്ക്രീമാണ്, ബോൾ ഐസ്ക്രീമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ബോൾ ഐസ്ക്രീം കിട്ടി, പിന്നെ ഇത് കിട്ടി. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇനി ഈ കേക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് നിറച്ചുണ്ട്, ഞാൻ വിചാരിച്ച പോലെ നിറച്ചുണ്ട് കേട്ടോ ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം കുറച്ചായിട്ട് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ കേട്ടോ ഗൈസ്, കൈകളുണ്ടാ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വീഴണല്ലോ ഗൈസ്. ഇത് എന്തൊരു കഷ്ടപ്പെട്ടെടുക്കണം. കുറച്ചായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതും വാനിലയുടെ തന്നെ ഫ്ലേവറുള്ള ബോൾ ഐസ്ക്രീമാണ് കേട്ടോ. അതാണ് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. കേക്ക് ചോക്ലേറ്റിന് കിട്ടിയില്ല കേട്ടോ, അതാണ്. ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഏതായാലും കുഴപ്പമില്ല, നല്ലതായിരിക്കും. ഇത് മൊത്തത്തിൽ തേച്ചിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിടാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് പൊടിച്ചിടാണ്ട്, പൊടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഭയങ്കര കട്ടിക്ക് നിൽക്കും. അത് കാരണമാണ് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കണം. എന്താവുന്ന പറ്ററിയില്ല. ഒരു ഡ്രീം കേക്കൊക്കെ പോലെയാണിത്. ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഗൈസ്. ബൂസ്റ്റ് തീർന്നിരിക്കുകയാണ്.